തണുപ്പുണ്ടല്ലേ. ഉറവ ഇങ്ങനെ വന്നിട്ട് ആ പാത്രത്തിൽ നിറച്ചിട്ട് അതിനകത്ത് ആ ജഗ് വെച്ചിട്ട് വെള്ളത്തിൽ നിറച്ചെടുക്കും. ഹായ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മാപ്രോ ഗാർഡൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് വന്നിട്ടുള്ളത് വെന്ന ലേക്കിലേക്കാണ്. അപ്പം നമുക്ക് വെന്ന ലേക്കിലെ കുറച്ച് വിശേഷങ്ങളെല്ലാം കാണാം. വെന്ന ലേക്ക് ടൗൺ ഏരിയയിൽ തന്നെയാണ്. പിന്നെ ഇവിടെ പാർക്കിംഗ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. വെന്ന ലേക്കിലേക്ക് മെയിനായിട്ട് ആൾക്കാർ വരുന്നത് ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ പെഡൽ ബോട്ടുകളും റോ ബോട്ടുകളും ഉണ്ട്. നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരമാണ് ഇവിടെ വരാൻ കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ രാവിലെ എങ്ങനെയായാലും കുറച്ച് വെയിലുണ്ടാവും. പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ ഓക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. കാരണം കുറച്ച് തണുപ്പും അങ്ങനെയൊക്കെ ആയിരുന്നുകൊണ്ട് രസമുണ്ടായിരുന്നു ബോട്ടിങ്. അപ്പം നമ്മൾ റോയിങ് ബോട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യം നമുക്ക് ജാക്കറ്റൊക്കെ ഇടണം. അതിനുശേഷം നമ്മൾ ലേക്കിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നല്ല ക്ലീനാണ്. വെള്ളമായാലും നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം എനിക്ക് നമ്മളെ വയനാടിൻ്റെയൊക്കെ ആയാലും ഇതുപോലെ തോന്നുന്നുണ്ടായിരുന്നു കാണുമ്പോൾ. അപ്പോൾ നമ്മൾ ഈ എടുത്ത ബോട്ടിൻ്റെ റേറ്റ് വന്നിട്ട് 600 രൂപയാണ്. 600 രൂപ, 100 രൂപ ഇത് തുഴയുന്നയാൾക്കും, ബാക്കി 500 രൂപ ഇതിൻ്റെ ചാർജ്. അപ്പം നമുക്ക് സ്വന്തമായിട്ട് വേണ്ടിക്ക് ചവിട്ടിയിട്ട് പോവുക. അപ്പോൾ അതിന് റേറ്റ് കുറയും. പിന്നെ മണിക്കൂറിനനുസരിച്ചിട്ടൊക്കെയാണ് റേറ്റ് മാറുന്നത്. ഈ ഒരു തടാകത്തിൻ്റെ 2 ഭാഗവും നല്ല പച്ചപ്പൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്, നല്ല സുഖമാണ്. ഇതിനകത്ത് ഇങ്ങനെ നമുക്കങ്ങനെ ബോറടിക്കില്ല ഇതിലങ്ങനെ ഇരുന്നിട്ട് പോകുമ്പോൾ. തണുപ്പുണ്ടല്ലേ. ഇങ്ങനത്തെ ഉണ്ടാ. അങ്ങനെ നമ്മൾ അരമണിക്കൂറിന് ശേഷം ഇതാ കരക്കെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടുത്തെ ഫുഡിൻ്റെ ഇതാണ്. മരത്തിൻ്റെ മുകളിൽ തന്നെ തീ കത്തിച്ചിട്ടുള്ള പരിപാടി. നമ്മുടെ നാട്ടിലൊക്കെ കല്ലല്ലേ സൈഡിലൊക്കെ, ഇത് മറ്റേ വിറക് വെച്ചിട്ട് തന്നെ തീ ഇതാക്കുന്ന സംഭവം. പിന്നെ സ്ട്രോബെറിയും മൾബറിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ഇവിടെ തന്നെ ഹോഴ്സ് റൈഡിങ്ങും ഉണ്ട്. പിന്നെ നമ്മളും കയറി ഒന്ന് ചെറുതായിട്ടൊരു റൈഡൊക്കെ നടത്തി എന്ന് നിങ്ങൾ വിചാരിക്കും. ഒരിക്കലും ഇല്ല. നമ്മൾ കയറി 2 ഫോട്ടോ എടുത്തിങ്ങ് ഇറങ്ങി. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. പിന്നെ പോകുന്നതൊക്കെ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. ഫുള്ള് എന്താ പറയുക, മോശം റോഡുകളായിരുന്നു. പിന്നെ കുറേ സ്ഥലങ്ങളിൽ റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് വ്യൂ പോയിന്റുകളാണ്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ വ്യൂ പോയിന്റുകളുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് വ്യൂ പോയിന്റുകൾ ഒന്ന് കാണിച്ചു തരാം. മങ്കി പോയിന്റ്, എക്കോ പോയിന്റ്, ആർത്തർ സീറ്റ് പോയിന്റ്, അങ്ങനെ കുറേ പോയിന്റുകളുണ്ട്. അപ്പോൾ അതിനകത്ത് അവിടുത്തെ വിശേഷങ്ങളെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഇതും കാണാൻ ഏറ്റവും ബെസ്റ്റ് ഒന്നെങ്കിൽ നല്ല രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം. കാരണം ആ ഒരു കോടയിനകത്ത് രാവിലെ മഞ്ഞിൻ്റെ നല്ല ഭംഗിയുണ്ടാകും കാണാൻ. ഇതിപ്പോൾ നമ്മളെത്തുമ്പോഴത്തേക്ക് കുറച്ച് അതൊക്കെ പോയിന്. പിന്നെ നല്ല തണുത്ത കാറ്റുണ്ട്, അതുകൊണ്ട് വേറെ തന്നെ ഒരു രസമാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് കരിക്കിൻ്റെ വെള്ളവും ഓരോ ലൈമൊക്കെ കുടിച്ച് അങ്ങനെ അടുത്ത പോയിന്റിലേക്ക് പോവാണ്. ഇവിടെ എല്ലാ പോയിന്റുകളും അടുത്തടുത്ത് തന്നെയാണ്. എക്കോ പോയിന്റ്, ഹണ്ടിങ് പോയിന്റ്, പിന്നെ ടൈഗർ പോയിന്റ്, മങ്കി പോയിന്റ്, അങ്ങനെ കുറേ പോയിന്റുകളുണ്ട്. അതൊക്കെ അടുത്തടുത്തായിട്ട് തന്നെയാണുള്ളത്. ഈ ഒരു അമ്മമ്മ ഇതാ ഈടെ ഇങ്ങനെ ഇരുന്നിട്ട് നല്ല തെളിഞ്ഞ വെള്ളം എടുത്ത് വെക്കുകയാണ്. നമ്മളെ കുടിവെള്ളം ഉറവ വരില്ലേ അങ്ങനെ. അപ്പോൾ അതിങ്ങനെ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അതിനകത്ത് ഇങ്ങനെ എടുത്ത് വെക്കുകയാണ്, ഓരോന്നിലേക്ക് നിറച്ച് വെക്കുകയാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ച് വെള്ളം വേണമെന്നൊക്കെ. ഒരാളിതാ നടന്ന് ആകെ സൈഡായി. പിന്നെ ഇവിടെയുള്ള വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ നടന്നു പോകുന്ന വഴിക്ക് ഇതുപോലെ ഇവർ പായൊക്കെ ഇട്ട് നല്ല സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ ഒന്ന് കിടന്നുറങ്ങാൻ തോന്നുന്നുണ്ട്. നല്ല രസമുണ്ട്. ഇങ്ങനെ മറ്റേ നമ്മളെ മാറ്റൊക്കെ വിരിച്ചിട്ട് നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ എന്ന് വെച്ചാൽ ഫുഡൊക്കെ ഉണ്ട്, മാഗി അതൊക്കെ അവിടെ ഇരുന്ന് കഴിക്കാൻ നല്ല രസമല്ലേ. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ മങ്കീസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് ഐറ്റംസ് ഒന്നും കയ്യിൽ പിടിക്കരുത്. കാരണം നമുക്ക് നല്ലൊരു പണി കിട്ടിയതാണ്. വാവാച്ചിൻ്റെ കയ്യിലൊരു ബിസ്ക്കറ്റിൻ്റെ കവർ ഉണ്ടായിരുന്നു. അത് മങ്കി ഓടി വന്ന് തട്ടിപ്പറിച്ച് കൊണ്ടുപോയിന്. ഭാഗ്യത്തിന് അവക്കൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ വരുന്നവർ അങ്ങനത്തെ ഒന്നും കയ്യിൽ കരുതാണ്ടിരിക്കുക.
അടുത്ത വ്യൂ പോയിൻ്റാണ് ആർത്തർ സീറ്റ് പോയിൻ്റ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് മഹാബലേശ്വരിലെ ക്യൂൻ ഓഫ് ഓൾ പോയിൻറ്റ്സ് എന്നാണ് ഈ ഒരു വ്യൂ പോയിൻറ്റിനെ പറയുന്നത്. ഈ ഒരു വ്യൂ പോയിൻ്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാരം കുറഞ്ഞ എന്ത് സാധനം അങ്ങോട്ടേക്ക് ഇട്ട് കഴിഞ്ഞാലും അത് തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വരും, വായുമർദ്ദം കാരണം. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് പിന്നെ നമ്മളിതാ തിരിച്ച് നമ്മൾ വണ്ടീൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ കുറുക്ക് വഴിയിലൂട്ടിയല്ലാണ് നമ്മൾ പോകുന്നത്. അടുത്തത് നമ്മൾ പോകുന്നത് മഹാബലേശ്വർ ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ മഹാബലേശ്വർ എന്ന ഈ ഒരു ഹിൽ സ്റ്റേഷൻ പേര് വരാൻ കാരണം തന്നെ ഈ ഒരു ശിവൻ്റെ അമ്പലമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് പുറത്തുനിന്ന് ജസ്റ്റ് വീഡിയോ ഇങ്ങനെ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ വേറെയും കുറേ അമ്പലങ്ങളുണ്ട്, പക്ഷേ അവിടെയൊന്നും നമ്മൾ പോയിട്ടില്ല. ഈ ഒരു അമ്പലം ഓൾഡ് മഹാബലേശ്വറിലാണ് സ്ഥിതി ചെയ്യുന്നത്. മെയിൻ മാർക്കറ്റിൽ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ മാറിയാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി ഇതിന് പുറത്ത് കുറച്ച് മാർക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഇവരെ സ്പെഷ്യൽ ഫുഡുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ ചെറിയൊരു സ്ട്രോബെറി ഫാമിലേക്ക് വന്ന്, അപ്പോൾ അവിടെ എന്താ പറയുക ഹോട്ടലും ചെറുതായിട്ടൊരു ഫാം പോലെ. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുകയും ചെയ്തിട്ടും വേറൊന്നും ചെയ്തില്ല. പിന്നെ നമ്മളൊരു സ്ട്രോബെറി ഷേക്കും കൂടി കുടിച്ച് നല്ല അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിതാ അവിടെ നിന്നും വിട്ട് അടുത്തത് നമ്മൾ പോകുന്നത് കെയ്റ്റ്സ് വ്യൂ പോയിന്റിലേക്കാണ്. അപ്പോൾ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റാണ് ഇത്. എനിക്ക് ഇത്രയും കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ആ കാണുന്നത് കൃഷ്ണ നദിയാണ്. ഗ്രീൻ ഗാർഡൻ കാണുന്നുണ്ടോ? എത്ര ദൂരെയുള്ള ഗാർഡൻ ഏതാണ്? അങ്ങനെ നമ്മൾ അവിടെ നിന്നും തിരിച്ച് അപ്പോൾ ഈ കാണുന്നിടത്ത് നിന്നൊക്കെ ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസയൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്കാണ് പിന്നെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് മെയിൻ മാർക്കറ്റിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒന്ന് ഫ്രഷൊക്കെ ആയി വൈകുന്നേരം ഒന്ന് മാർക്കറ്റിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസത്തെ കാഴ്ചകളുമായിട്ട് പുതിയ വീഡിയോ കാണാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.